അരമണി എന്ന് പറഞ്ഞാൽ അരയിൽ കെട്ടുന്ന മണി തന്നെ. അത് കാണും. അപ്പം ശരിക്കും അത് സത്യത്തിൽ അവിടെ ഒരു സംയോഗം നടന്നിട്ടുണ്ട്. ഇറോട്ടിക് ആണ് ആ പാട്ട്. ഈ ചിരിച്ചുടഞ്ഞതിന് ശേഷം ഊട്ടുപുരയ്ക്കുള്ളിലോ ഈ കുളപ്പുര കല്ലിലോ വെച്ച് മറ്റെന്തോ നടന്നിട്ടുണ്ട്. അത് ആദ്യ ശ്രമത്തിൽ അവർ സമ്മതിച്ചില്ല. ക്രമേണയാണ് അവർ സമ്മതത്തിലേക്ക് വരുന്നത്. അതും സ്ത്രീയുടെ മനഃശാസ്ത്രമാണ്. ഈ പ്രണയ നൈരാശ്യത്തിൻ്റെ പാട്ടുകൾ എഴുതുമ്പോൾ എൻ്റെ ഹൃദയത്തുടിപ്പുകളായി വരും. കാരണം എനിക്ക് പ്രണയ നൈരാശ്യം ഉണ്ടായ ഒരാളാണ്. അല്ല, ഇന്ദ്രധനുസ് മഴ വില്ലാണ്. ഇന്ദ്രന്റെ ധനുസ്, ഇന്ദ്രന്റെ വില്ല്. ആ ദേവനും അനുരാഗിയാവും അമ്പലപ്രാവ്. കുഴപ്പമില്ല, കാരണം അങ്ങർക്ക് ദേഷ്യം വരില്ല. ശിവന് ദേഷ്യം വരില്ല. ശിവനും പ്രണയിയാണ്, ശിവനും അനുരാഗിയാണ്. ഉള്ളിന്റെ ഉള്ളിൽ നീ തൊട്ട പുളകം എഴുതി കഴിഞ്ഞ വരി. അതങ്ങനെ വന്ന എന്തുകൊണ്ടാ? ചൂണ്ടുണ്ടാ. തന്നാതനാന തന്നാതനാന തന്നാതാന പാടാൻ ഒരു ബുദ്ധിമുട്ടുമില്ലേ? ഇതാ ബുദ്ധിമുട്ടാ. Let us wear the thorns of love. നീ പ്രണയിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ മുൾക്കിരീടമാണത് എന്ന് അറിഞ്ഞിട്ട് എടുത്തായിരിക്കണം. അത്രയും വികാര തീവ്രമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. വിരഹം അത്രയും ഭ്രാന്തമായിട്ടാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ?